blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച 2 വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ശൂരനാട് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ പിതാവിന് മദ്യപാനത്തിൽ നിന്നും പരിപൂർണമായ വിടുതൽ അങ്ങ് നൽകണമേ. വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിലായിൽ നിന്നുള്ള കുഞ്ഞമ്മ കോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൻ ജിനു കോശിക്ക് ഒരു സ്ഥിരമായ ജോബ് വിസ കർത്താവെ അങ്ങ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, തൻ്റെ കുട്ടികളുടെ സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇവരെല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ പങ്കുകാരായത് നിമിത്തമുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും ഇവരിൽ വന്ന് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ മെയ് 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാലക്കാട് മെയ് 7 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അനുഗ്രഹ കല്യാണ മണ്ഡപം, മലമ്പുഴ റോഡ്, ഒലവക്കോട്, പാലക്കാട്. എല്ലാവരും നിൻമൊഴികൾ
Verse number 13 says, you nullify the word of God by your tradition. അവിടെ 13-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവകൽപ്പനകളെ നിങ്ങൾ തള്ളിക്കളയുന്നു. Verse number 14 again, Jesus called the crowd to him and said, listen to me everyone and understand this. യേശു ജനക്കൂട്ടത്തെ വീണ്ടും അടുക്കലേക്ക് വിളിച്ചിട്ട്, എല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത ആളോട് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. രണ്ടുപേരോട് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. Now Jesus says, nothing outside a person can defile them by going into them. Rather, it is what comes out of a person that defiles them. പുറമേ നിന്നുള്ള യാതൊന്നിനും മനുഷ്യന്റെ അകത്തേക്ക് ചെന്ന് അവനെ അശുദ്ധനാക്കുവാൻ സാധ്യമല്ല. പിന്നെയോ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. What do you understand? എന്തു മനസ്സിലായി? The external things cannot make us unholy, but the things that are coming out of us can make us unholy. പുറമേ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് വന്ന് നമ്മൾ അശുദ്ധരാക്കാൻ പറ്റുകയില്ല. പക്ഷെ നമ്മുടെ അകത്ത് നിന്നും പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് നമ്മളെ അശുദ്ധരാക്കുന്നത്. We are going to read one more scripture portion, Mark chapter 7. നമ്മൾ ഒരു വേദഭാഗം വായിക്കുകയാണ്, 7-ാം അധ്യായം തന്നെ, verse number 18 onwards. 18-ാമത്തെ വചനം മുതൽ. Now Jesus is speaking to his disciples. ഇപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. Verse number 18, are you so dull, he asked. Don't you see that nothing that enters a person from the outside can defile them? നിങ്ങൾ ഇത്ര മന്ദബുദ്ധികളോ? അദ്ദേഹം ചോദിച്ചു. പുറമേ നിന്ന് ഉള്ളിലേക്ക് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Now Jesus is going to simplify it and explain it more so that his disciples could understand it well. യേശു തന്റെ ശിഷ്യന്മാരെ ഇത് നന്നായും വ്യക്തമായും മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായി ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. Hallelujah. Hallelujah. So when you eat food, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ the food is not going to defile us. ആ ഭക്ഷണം നമ്മളെ അശുദ്ധരാക്കാൻ പോകുന്നില്ല. The Bible says when we eat food, we have to eat it with thanksgiving. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ കഴിക്കാൻ. Hallelujah. Hallelujah. So when we offer thanksgiving to the Lord, that thanksgiving will sanctify the food. നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ആ നന്ദി പറയുന്നതിലൂടെ ആ ഭക്ഷണം വിശുദ്ധീകരിക്കപ്പെടുന്നു. How many of you sitting here, you thank the Lord before you eat? ഇവിടെ ഇരിക്കുന്ന എത്ര പേർ കഴിക്കുന്നതിന് മുൻപ് കർത്താവിന് നന്ദി പറയാറുണ്ട്? Don't pray a marathon prayer, ഒരു മാരത്തോൺ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിച്ചു കളയരുത്. but simply thank the Lord. കർത്താവിനെ നമ്മൾ ഒന്ന് നന്ദി പറയുക. So when you thank the Lord, the food will be sanctified. നമ്മൾ അങ്ങനെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ ഭക്ഷണം വിശുദ്ധീകരിക്കപ്പെടും. Hallelujah. Hallelujah. The Bible says you can eat any good food with thanksgiving to the Lord. നമ്മൾ ഏത് ഭക്ഷണവും കർത്താവിനോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. Hallelujah. Hallelujah. Now verse number 19 says, for it doesn't go into their heart but into their stomach and then out of the body. 19-ാമത്തെ വചനം, കാരണം അത് അവന്റെ ഹൃദയത്തിലേക്കല്ല ഉദരത്തിലേക്കും പിന്നെ ശരീരത്തിന് പുറത്തേക്കുമാണ് പോകുന്നത്. So when you eat food, where is it going? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? The food is not going to the heart. ആ ഭക്ഷണം ഹൃദയത്തിലേക്കല്ല പോകുന്നത്. It is going to the stomach. നമ്മുടെ ആമാശയത്തിലേക്കാണ് പോകുന്നത്. Hallelujah. Hallelujah. So it cannot contaminate you spiritually. നിങ്ങളെ ആത്മീകമായി മലിനപ്പെടുത്തുവാൻ അതിന് കഴിയുകയില്ല. Then within brackets it is said, in saying this Jesus declared all foods clean. ഇത് ബ്രാക്കറ്റിൽ ഇപ്രകാരമാണ് പറയുന്നത്, എല്ലാ ഭക്ഷണവും ശുദ്ധമെന്ന് ഈ വാക്കുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. When we pray over the food and thanksgiving, when we offer thanksgiving to the Lord, all food will become sanctified. നമ്മൾ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭക്ഷണവും വിശുദ്ധീകരിക്കപ്പെടും. Now let us read verse number 20. നമുക്ക് 20-ാമത്തെ വചനം വായിക്കാം. Let's all read together. ഒരുമിച്ച് നമുക്ക് വായിക്കാം. When I say 1 2 3, all of us will start. ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയും. 1 2 3. He went on, what comes out of a person is what defiles them. In Malayalam. അദ്ദേഹം തുടർന്നു, മനുഷ്യന്റെ അകത്ത് നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. Hallelujah. Hallelujah. Verse number 21, for it is written from within, out of a person's heart, that evil thoughts come, sexual immorality, theft, murder, adultery, greed, malice, deceit, lewdness, envy, slander,
arrogance and folly. And all these evils come from inside and defile a person. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പരസംഗം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, ഈർഷ്യ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. Hallelujah. All these are coming from the heart. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. It is not coming from the stomach. നമ്മുടെ വയറ്റിൽ നിന്നല്ല. So heart is the source or origin of holiness or unholiness. നമ്മുടെ ഹൃദയമാണ് വിശുദ്ധിയുടെയും അല്ലെങ്കിൽ അശുദ്ധിയുടെയും ഉറവിടം എന്നുള്ളത്. Unholiness also starts from your heart. അപ്പോൾ തന്നെ അശുദ്ധിയും ആരംഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. Write it down. Unholiness also starts from our hearts. ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് അശുദ്ധിയും ആരംഭിക്കുന്നത്. In other words, these sins, these unholiness are not coming from outside to inside, it is coming from the inside to outside. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ അശുദ്ധി വരുന്നത് പുറത്തു നിന്നും അകത്തേക്കല്ല, അകത്തു നിന്നും പുറത്തേക്കാണ്. This is about our thought life. ഇത് നമ്മുടെ ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. This is about what? Our thought life. നമ്മുടെ ചിന്താ രീതികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. Sinfulness, unholiness, etc. start from our thought life. നമ്മുടെ എല്ലാ പാപ സ്വഭാവങ്ങളും അശുദ്ധിയും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. And what comes out of our thought life can make us unholy. നമ്മുടെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മളെ അശുദ്ധരാക്കുവാൻ കഴിയും. But there is a great mistake done by all the religious people. എല്ലാ മതാനുസാരികൾക്കും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമുണ്ട്. Matthew chapter 23 മത്തായിയുടെ സുവിശേഷം 23 verses 25 up to 28. 25 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. Let us open our Bibles. ബൈബിളുകൾ എല്ലാവരും തുറന്നാലും. Are you ready? തയ്യാറാണോ? When you are ready, shout hallelujah. നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഹല്ലേലൂയ പറയുക. Okay, let's start from verse number 25. 25 മുതലുള്ള വാക്യങ്ങൾ. Woe to you, teachers of the law and Pharisees, you hypocrites! You clean the outside of the cup and dish, but inside they are full of greed and self-indulgence. കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ പാനപാത്രത്തിന്റെയും തളികയുടെയും പുറം വെടിപ്പാക്കുന്നു, ഉള്ളിലോ അവ ദുരാഗ്രഹവും സുഖാസക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. So Jesus is speaking to them once again. വീണ്ടും ഇതാ പരീശന്മാരോട് കർത്താവ് സംസാരിക്കുകയാണ്. And this time he is giving them some examples. ഇപ്പോൾ ഇവിടെ യേശു ചില ഉദാഹരണങ്ങൾ കൂടെ അവർക്ക് നൽകുന്നു. One example is over verse number 26. Blind Pharisee, first clean the inside of the cup and dish, and then the outside will also be clean. ഒന്നാമത്തെ ഉദാഹരണം ഇതാണ്. അന്ധനായ പരീശ ആദ്യം പാനപാത്രത്തിന്റെയും തളികയുടെയും അകം വെടിപ്പാക്കുക, അപ്പോൾ പുറവും ശുദ്ധമായി തീരും. Then verse number 27, woe to you, teachers of the law and Pharisees, you hypocrites! You are like whitewashed tombs, which look beautiful on the outside, but on the inside are full of bones of the dead and everything unclean. 27 കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾക്ക് തുല്യർ. അവ പുറമേ മനോഹരം, അകമേയോ മരിച്ചവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. In the same way, on the outside you appear to people as righteous, but on the inside you are full of hypocrisy and wickedness. അതുപോലെ തന്നെ നിങ്ങളും ജനങ്ങളുടെ മുൻപിൽ നീതിമാന്മാരായി കാണപ്പെടുന്നു, പക്ഷേ ഉള്ളിൽ കപടഭക്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞവരാണ്. This can happen to us. ഇത് നമുക്കും സംഭവിക്കാം. Externally we will have holiness, but inwardly there will be unholiness. പുറമേ നമ്മൾ വലിയ വിശുദ്ധന്മാരായിരിക്കും, വിശുദ്ധിയുള്ളവരായിരിക്കും, പക്ഷേ അകത്ത് അശുദ്ധിയായിരിക്കാം. Jesus is giving us two examples. Number one, ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ യേശു നൽകുന്നു. cleaning of household cups and dishes. വീടിനകത്തുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച്. How many housewives sitting here, you clean the plates and glasses, cups, etc. every day? ഇവിടെ എത്ര വീട്ടമ്മമാരുണ്ട് എല്ലാ ദിവസവും വീട്ടിലെ പാത്രങ്ങൾ കപ്പുകളൊക്കെ കഴുകി വൃത്തിയാക്കുന്നവർ? All are clean housewives. എല്ലാവരും നല്ല വൃത്തിയുള്ള വീട്ടമ്മമാരാണ്.
See, usually when we go for blessing festivals, നമ്മൾ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് സാധാരണയായി പോകുമ്പോൾ we travel a lot. ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യും. We travel the length and breadth of the country. നമ്മുടെ രാജ്യത്തിന്റെ തലങ്ങും വിലങ്ങും ഞങ്ങൾ യാത്ര ചെയ്യും. So we have a lot of food from outside. പുറത്ത് നിന്ന് ഞങ്ങൾ ഒത്തിരി ഭക്ഷണം കഴിക്കും. Sometimes we start early in the morning from home. ചിലപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് 8:39 we are hungry. 8:30-9 ഞങ്ങൾക്ക് വിശക്കും. And we want to have some breakfast. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. We order some tea or coffee. ഞങ്ങൾ ചായയോ കോഫിയോ ഒക്കെ പറയും. Usually they have stainless steel glasses and saucers. സാധാരണ അവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്ലാസുകളും സോസറുകളും ഉള്ളത്. So we have very tasty coffee. നല്ല രുചിയുള്ള കോഫി ഞങ്ങൾ കുടിക്കും. We have it. ഞങ്ങൾ ഊതി അത് കുടിക്കുന്നു. And we finish. ഞങ്ങൾ തീർക്കും. And after finishing, കുടിച്ച് തീർന്ന ശേഷം we look into the glass. ഞങ്ങൾ ഗ്ലാസ്സിലേക്ക് നോക്കും. What is this? അയ്യോ, ഇതിന്റെ അകത്ത് എന്താണിത്? Inside there is a round of brown stain of tea or coffee. ചായയുടെയോ കാപ്പിയുടെയോ തവിട് നിറത്തിലുള്ള നല്ല കട്ട കറുപ്പ് പോലുള്ള അടുക്കുണ്ടാവും. Outside it is so bright and sparkling. പുറമേ നോക്കുമ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രം. But inside, so many times they poured coffee and tea in turn, and they wash only the outside. പലതവണ ചായയും കാപ്പിയൊക്കെ എടുത്ത് അവർ പുറമേ മാത്രമാണ് നന്നായി വെടിപ്പാക്കുക. But inside there will be a ring of that brown stain. അതിന്റെ അകത്ത് അഴുക്കിന്റെ വലയങ്ങൾ കാണാൻ സാധിക്കും. Jesus is saying wrong. കർത്താവ് പറയുന്നു തെറ്റ്. First wash inside. ആദ്യം അകത്ത് ശുദ്ധിയാക്കുക. പറഞ്ഞു കൊടുക്കുക അടുത്ത ആളോട്. ആദ്യം അകമേ ശുദ്ധിയാക്കുക. These Pharisees and teachers of the law, they had a ceremonial kind of washing all the plates and all the dishes and all the cups and all the glasses. വീട്ടിലെ എല്ലാ തളികകളും പാനപാത്രങ്ങളും എല്ലാ കപ്പുകളും അവർക്ക് ആചാരപരമായി അവർ കഴുകാറുണ്ട്. Soap water, Vim detergent powders, liquid soap. ലിക്വിഡ് സോപ്പും ഡിറ്റർജന്റും എല്ലാ തരത്തിലുള്ളതിട്ട് അവര് അതിനെ But they always neglected the inside. പക്ഷെ എപ്പോഴും അവര് അകത്തുള്ള കാര്യം അവർ അവഗണിക്കും. Then Jesus said, your holiness also is like that. നിങ്ങളുടെ വിശുദ്ധിയും അതുപോലെ തന്നെയാണ്. Your dress is so holy. നിങ്ങളുടെ വസ്ത്രം നല്ല വിശുദ്ധിയുള്ളതാണ്. Your beard is so holy. നിങ്ങളുടെ താടി നല്ല വിശുദ്ധിയുള്ളതാണ്. Your hair is so holy. നിങ്ങളുടെ മുടി നല്ല വിശുദ്ധിയുള്ളതാണ്. Your shoes are so holy. നിങ്ങളുടെ ഷൂ നല്ല വൃത്തിയായിരിക്കുന്നു. But inside there is filth and dirt and uncleanness and sins. അകത്ത് അശുദ്ധിയും പാപവും മാലിന്യവുമാണ്. ഈ കൈയടിച്ചത് ആർക്കാ? അടുത്ത ആള് പറഞ്ഞ നിങ്ങൾക്കും ഇത് സംഭവിക്കാം. അടുത്തിരിക്കുന്ന തട്ടിക്കൊണ്ട് പറഞ്ഞേ നിങ്ങൾക്കും ഇത് സംഭവിക്കാം. So we are pointing our fingers at Pharisees and Sadducees and the teachers of the law. ഇവിടെ നമ്മൾ പരീശന്മാർക്കും വേദജ്ഞർക്കും സദൂക്യർക്കും നേരെ വിരൽ ചൂണ്ടുമ്പോൾ, but when we point our finger like this, നമ്മൾ ഇങ്ങനെ നമ്മൾ വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ 3 fingers are pointed at us. താഴെയുള്ള 3 വിരലുകൾ നമ്മുടെ നേരെയാണെന്ന് ഓർക്കണം. This can happen to us. നമുക്കും സംഭവിക്കാം. Outwardly we can have a holy appearance, and in the thoughts, in the hearts, we can have a lot of evil thinkings. നമ്മളുടെ പുറമെ എല്ലാവരും കാണുമ്പോൾ വിശുദ്ധിയുടെ ഒരു പ്രകടനവും അകത്ത് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ മാലിന്യവും അശുദ്ധിയുമായിരിക്കും. Lift up your hands and tell Jesus, Lord, I repent. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഞാൻ അനുതപിക്കുന്നു. പറമക്കളെ, കർത്താവേ ഞങ്ങൾ അനുതപിക്കുന്നു. പിതാവേ, I want to be clean inside also, Father. കർത്താവേ എൻ്റെ അകത്തും വെടിപ്പായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. First clean inside. That is what Jesus says. യേശു പറയുന്നു ആദ്യം അകം വെടിപ്പാക്കുക. Put your hands down. കരങ്ങൾ താഴെ. The second example is the beautification of tombs. രണ്ടാമത്തെ ഉദാഹരണം പറയുന്നത് ശവക്കല്ലറകൾ മനോഹരമാക്കുന്നതിനെ കുറിച്ചാണ്. We beautify the outside of the tomb. ഇന്നും അന്നത്തെ കാലഘട്ടങ്ങളിലും ഇന്നും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു ശവക്കല്ലറ പുറമേ വളരെ മോടി വരുത്താറുണ്ട്. Especially when our dear ones die, we take all efforts to make the tomb very beautiful. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ആ ശവകുടീരം മനോഹരമാക്കുവാൻ വേണ്ടി നമ്മൾ കഴിയാവുന്നതെല്ലാം ചെയ്യും. Jesus said,
on the outside, the tomb is so beautiful, but inside it is decaying human bodies. ഒരു കല്ലറ പുറമേന്ന് കാണുമ്പോൾ നല്ല മോടിയുള്ളതാണ്, എന്നാൽ അതിന്റെ അകത്ത് മനുഷ്യ ശരീരങ്ങൾ ചീഞ്ഞഴുകിയിരിക്കുകയാണ്. Your holiness can be like this. That is a warning given by Jesus. നിങ്ങളുടെ വിശുദ്ധിയും അതുപോലെ ആകാം എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് യേശുവിടെ നൽകുന്നത്. Outwardly your holiness is so bright and sparkling. പുറമേന്ന് നോക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. But inside when God looks, പക്ഷേ അകത്തേക്ക് യേശു നോക്കുമ്പോൾ it is so dirty and decaying. അത് വളരെ അഴുക്ക് നിറഞ്ഞ് ചീഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കാം. So the religious people in those days and even in our time, they give more emphasis to the external holiness. അങ്ങനെ മതഭക്തരായ ആളുകൾ അന്നത്തെ കാലത്തിലും ഇന്നും ഈ കാലഘട്ടത്തിലും പുറമേയുള്ള വിശുദ്ധിക്കും വെടിപ്പിനും ഒത്തിരി പ്രാധാന്യം So കൊടുക്കുന്നു. what is the solution for us? അതിനുള്ള പരിഹാരം എന്താണ്? What is a lesson for us? ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ്? The lesson is this: write down, never be religious but be spiritual. അതിനുള്ള ഗുണപാഠം ഇതാണ്: ഒരിക്കലും മതഭക്തരായിരിക്കരുത്, പക്ഷേ ആത്മീകരായിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് 2014 ഈ സഹോദരിക്ക് ഈ തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് അത് അമിതമായി വളരുന്നത് ഇവർ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇവർ ഇടയ്ക്ക് ഡോക്ടറെ കാണിക്കുകയും ചെക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് അമിതമായി ഇത് വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവരത് ഒത്തിരി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ 2015 മാർച്ച് മാസം ഇവർ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പ്രകാരം പറഞ്ഞു, തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് അമിതമായ വളർച്ച, മുഴയൊക്കെ ഉള്ള ഗ്രോത്തുകളെ കർത്താവ് അത് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഇവര് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നത് അതുവരെ ആ ഗ്ലാൻഡ് അത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. പക്ഷേ പറയുന്നത് അന്ന് മുതൽ ആ ഗ്ലാൻഡിന്റെ വളർച്ച അത് നിൽക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി അത് പൂർണ്ണമായി അത് സൗഖ്യമായി എന്നുള്ള സാക്ഷ്യവുമായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ഭാഗത്ത് അതിങ്ങനെ വളർന്ന് വരികയായിരുന്നു. വളരുമായിരുന്നു. പക്ഷെ ബ്രദർ അന്ന് പറഞ്ഞു മാർച്ച് 10 ആലിസ് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ പേര് പറഞ്ഞു. അപ്പൊ അതിൽ പിന്നെ നെക്സ്റ്റ് ചെക്കപ്പ് തൊട്ട് ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നു. വീണ്ടും ചെക്കപ്പുകൾ നടന്നു, പക്ഷേ അതിനുശേഷം വളർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പം 1 വർഷമായി ഇപ്പം വളർച്ച ഇല്ല. ഗ്രേറ്റ്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നത് യേശുവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നു? വിശ്വസിക്കുന്നവരുടെ കൈകളൊന്ന് ഉയർത്താമോ? കർത്താവേ, ഈ സാക്ഷ്യം കേട്ടപ്പോൾ ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. താങ്ക് യു ലോർഡ്. കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ മെയ് 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാലക്കാട് മെയ് 7 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അനുഗ്രഹ കല്യാണ മണ്ഡപം, മലമ്പുഴ റോഡ്, ഒലവക്കോട്, പാലക്കാട്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് കൈനീട്ടി സ്പർശിക്കണമേ. തോളിന് പ്രയാസമുള്ള ചില വ്യക്തികൾ, പ്രത്യേകിച്ച് സിവിയർ പെയിൻ, യേശുവിൻ്റെ നാമത്തിൽ ആ തോളിൽ നിന്നും മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നാവിന് വളരെ വ്യക്തമായി എനിക്ക് കാണാം, നാവിൽ ക്യാൻസർ ബാധിച്ചൊരു വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ. മറ്റുള്ള ക്യാൻസറുകളും മാറിപ്പോകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ മാറിപ്പോകട്ടെ. ലിംഫോമ എന്നൊരു രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. സ്റ്റൊമക്കിനകത്തുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓവറിയിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ചില പ്രായമുള്ള സഹോദരന്മാരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. 30 വയസ്സിൽ താഴെ അപ്പോൾ തന്നെ ഷുഗർ രോഗം ബാധിച്ച്
ഡയബറ്റീസ് ഉള്ള 30 വയസ്സിൽ താഴെയുള്ള ചില വ്യക്തികൾ, അതിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, യുവതിയുവാക്കന്മാരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ let them come out of that disease right now in the name of Jesus. പൈൽസ് രോഗം ബാധിച്ച് ചിലരെ കർത്താവ് സൗഖ്യമെന്ന്, പ്രത്യേകിച്ച് മണി എന്നു പേരുള്ള ഒരു വ്യക്തി, മണി, പൈൽസ് രോഗം ബാധിച്ച ആ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ. മദ്യപാനത്തിന്, മയക്കുമരുന്നുകൾക്കൊക്കെ അടിമകളായ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ രോഗങ്ങളോ പ്രയാസങ്ങളോ എന്താണെങ്കിലും യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കൈനീട്ടുക. കർത്താവെ, ഈ വ്യക്തികളിലേക്ക് അങ്ങയുടെ കൈനീട്ടി അപ്പോൾ തന്നെ അവരെ വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നട്ടലിന് പ്രയാസമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നാളെ മുതൽ വാച്ച് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക. മാത്രമല്ല, ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നിലമ്പൂരിലും പാലക്കാടിലും നടക്കുമ്പോൾ തീർച്ചയായും വരണം. വൺ സിംഗിൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. തീർച്ചയായും വരണം. അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, ആശിഷ്മാരി തുടങ്ങിയ പുസ്തകങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് ആവശ്യമുള്ളവർക്കെല്ലാം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ അത് കരസ്ഥമാക്കാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് കൂടെ പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.